കോൺഫിഡന്റ് ഗ്രൂപ്പ് MD TA ജോസഫ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് തത്സമയം കടന്നു. ഈ പ്രസ് മീറ്റിന്റെ പ്രധാന ഘടകം എന്നെ സംബന്ധിച്ചിടത്തോളം, കമ്പനിയെ സംബന്ധിച്ചിടത്തോളം SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഇൻവെസ്റ്റിഗേഷനിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് വളരെ മിക്ക കാര്യങ്ങളും പറയാൻ സാധിക്കുകയില്ല. എന്നെ ഇന്ന് തന്നെ 3 പ്രാവശ്യം ബാംഗ്ലൂർ DCP നേരിട്ട് വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു വിധത്തിലും നിങ്ങൾ പ്രസ് മീറ്റ് നടത്തുമ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷനെ ബാധിക്കുന്ന ഒരു കാര്യം പറയാൻ പാടില്ല, പറഞ്ഞാൽ ദേ വിൽ സമൺ മീ, അങ്ങനെയുള്ള കാര്യമാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഈ സമൻസ് വരും, എനിക്ക് വരും. അതുകൊണ്ട് പരമാവധി നിങ്ങൾ റീസണബിളായ ചോദ്യങ്ങൾ മാത്രം ചോദിച്ചാൽ മതി എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടുള്ള സെർച്ചിന്റെ കാര്യമാണ്. ഈ ഇൻകം ടാക്സ് നിങ്ങൾക്ക് എവർക്കും അറിയാവുന്നതുപോലെ എല്ലാ 6 വർഷം 7 വർഷമെത്തി അല്ലെങ്കിൽ 8 വർഷം ഇതിലെത്തി ഒരു പ്രാവശ്യം ഇൻകം ടാക്സുകാർ സെർച്ച് നടത്താറുണ്ട്. അത് അവരുടെ റുട്ടീൻ കാര്യമാണ്. അങ്ങനെയാണ്, റുട്ടീൻ കാര്യമാണ്. 2016 കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഓഫീസുകളിൽ ഇതേപോലെ തന്നെ സെർച്ച് ഉണ്ടായിരുന്നു. ഈ 2025 ഉണ്ടായ സെർച്ചിൽ നമ്മൾ മാത്രമല്ല, മറ്റ് 2-3 ബിൽഡേഴ്സ് കൂടി ഉണ്ടായിരുന്നു. ഇവിടുത്തെ ലീഡിംഗ് ബിൽഡേഴ്സ് പോലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു നോർമൽ പ്രക്രിയയാണെന്ന് ഞാൻ പറയുള്ളൂ. അല്ലാതെ ഇതൊരു വലിയൊരു ഒഫൻസ് കണ്ടെത്തിക്കൊണ്ട് ഇവിടെ വന്ന് ചെയ്തതല്ല. അതാണ് അതിന്റെ രത്നച്ചുരുക്കം. അതിൽ നമ്മൾ അവരുമായിട്ട് വളരെയധികം കോപ്പറേറ്റ് ചെയ്ത് നിന്നിരുന്നു. അതുപോലെ തന്നെ ഇൻകം ടാക്സിന്റെ ഒഫീഷ്യൽസ് ആൻഡ് ദെയർ ഇൻസ്പെക്ടേഴ്സ് അവരെല്ലാം വളരെ റീസണബിളായിട്ടാണ് നമ്മളോട് ഇടപെട്ടതും പ്രവർത്തിച്ചതും. അതിലൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഞാൻ തന്നെ ഇവിടെ 5 ദിവസം എന്റെ ഓഫീസിലുണ്ടായിരുന്നു. അവർ പറയുന്ന ടൈമിൽ, നമ്മളുടെ റുട്ടീൻ ടൈമിൽ തന്നെ 8:30 ആകുമ്പോൾ വരും, വൈകുന്നേരം 9 മണിയാകുമ്പോൾ പോവും. ഈവൻ എനിക്ക് പേഴ്സണലായിട്ട് ചില കാര്യങ്ങളുണ്ടായപ്പോഴും അവരെന്നെ വിട്ടു, സൺഡേസിലെല്ലാം എന്നെ വിട്ടു. അപ്പോൾ അതുപോലെ വളരെ റെസ്പെക്റ്റോടുകൂടിയാണ് അവർ ചെയ്തിരുന്നത്. അല്ലാതെ ഒരു ഭീകരമായ രീതിയിലുള്ള ഹറാസ്മെന്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്തിരുന്നില്ല. ഇത് തന്നെയാണ് ബാംഗ്ലൂരും നടന്നതെന്ന് എനിക്ക് ഏതാണ്ട് ഉറപ്പാണ്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ പല പല മീഡിയയിലൂടെ, പല പല യൂട്യൂബേഴ്സിലൂടെ, കൂടുതലും യൂട്യൂബേഴ്സ്, നല്ല യൂട്യൂബേഴ്സും ഉണ്ട്, മോശമായി കാണിക്കുന്ന യൂട്യൂബേഴ്സും ഉണ്ട്, നമ്മൾക്കറിയാമല്ലോ. അപ്പോൾ ഈ പല വിരലെണ്ണാവുന്ന യൂട്യൂബേഴ്സ് ഈ റെയ്ഡിനെ കുറിച്ചും അതുപോലെ കമ്പനിയെ കുറിച്ചും, പ്രത്യേകിച്ച് മരിച്ചുപോയ ചെയർമാനെ കുറിച്ചും വളരെ മ്ലേച്ഛകരമായ രീതിയിലുള്ള റിപ്പോർട്ടിംഗ് ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് വളരെ ഞങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കി കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഈ ഒരു പ്രസ് മീറ്റ് നടത്താം എന്ന് തീരുമാനിച്ചത്. പലരെയും വ്യക്തിപരമായിട്ടെല്ലാം അതിൽ അവർ അധിക്ഷേപിച്ചും ചില കുടുംബങ്ങളെ തകർക്കുന്ന രീതിയിലുള്ള മെസ്സേജുകൾ, അതായത് യൂട്യൂബ് ചാനലിലൂടെ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തു. അതൊരു നല്ലൊരു പത്രപ്രവർത്തനമാണോ അല്ലെങ്കിൽ മറ്റൊരു മാധ്യമ പ്രവർത്തനമാണോ എന്ന് പറഞ്ഞാൽ നമ്മളൊട്ടും അതിനെ അംഗീകരിക്കില്ല. പക്ഷെ നമ്മൾക്കതിന് എതിരായിട്ട് നിൽക്കാനോ അതിനെതിരെ സ്റ്റോപ്പ് ചെയ്യാനോ സാധിക്കില്ല. പിന്നെ
നമ്മുടെ പ്രബുദ്ധരായ മലയാളികൾ അവർക്കെല്ലാം ഇത് മനസ്സിലാവും. പലരും ധാരാളം പേര് എനിക്ക് വാട്സപ്പ് അയക്കുകയും അതുപോലെ തന്നെ വിളിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു അവസരത്തിൽ എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പല മീഡിയക്കാരും, പല മെയിൻ സ്ട്രീം മീഡിയക്കാരും എല്ലാം എന്നെ വിളിച്ചിരുന്നു. ബട്ട് നമ്മൾക്കത് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയായിരുന്നില്ല. അവരുടെ വേറെ പല മാധ്യമങ്ങളും, പ്രത്യേകിച്ച് യൂട്യൂബേഴ്സെല്ലാം ഇതിൽ പറഞ്ഞിരുന്നത് കമ്പനിയിൽ ED റെയ്ഡാണ്. അത് പിന്നെ 2 ദിവസം കഴിഞ്ഞ് മാറി. പിന്നെ അവർ പറയുന്നത് PMLA ആണ്, ഫെമയാണ്, അതുപോലുള്ള ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. വലിയൊരു കോലാഹലം സൃഷ്ടിക്കുന്ന ഒന്നായിരുന്നു അത്. ദയവ് ചെയ്ത് നിങ്ങളും ഇത് ഈ പ്രസ് മീറ്റ് അല്ലെങ്കിൽ ഇത് കാണുന്ന പ്രേക്ഷകരും മനസ്സിലാക്കുക, ഞങ്ങൾക്ക് അങ്ങനെയുള്ള യാതൊരുവിധ കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഏജൻസിയും കമ്പനിയിൽ വന്നിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. ഇതൊരു റുട്ടീൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു റുട്ടീൻ ഇൻവെസ്റ്റിഗേഷനാണ്. ഇതുപോലെ GSTD നടക്കാറുണ്ട്. 2 വർഷം മുമ്പ് GSTD ഉണ്ടായിരുന്നു. അതായത് ഗവൺമെന്റിന്റെ വരുമാന സ്രോതസ്സുകളാണ് ഇതുപോലുള്ള ഇൻകം ടാക്സും GST അതുപോലുള്ള വരുമാനങ്ങൾ ഒളിപ്പിക്കുന്ന വ്യക്തികളുണ്ടാവും. പൊതുവെ എന്താ പറയുക, തെറ്റുകൾ പറ്റിയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിനെല്ലാം ഇത് വരുന്ന ആൾക്കാരെ ഇതിനെല്ലാം ഈ ED അല്ലെങ്കിൽ PMLA മറ്റൊന്നും ജനങ്ങളുടെ ഉള്ളിൽ ഒരു പരിഭ്രാന്തി, പ്രത്യേകിച്ച് ഞങ്ങളുടെ ക്ലയൻസിന്റെ ഉള്ളിൽ. ഞങ്ങൾക്കൊരു 16,500 ക്ലയൻസ് ഉണ്ട്. ഇവരെല്ലാം അവരുടെ ഹാർഡ് ഏൺ മണി കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടെ കമ്പനിയിലേക്ക് ധാരാളം ആൾക്കാർ മെയിലുകളും നേരിട്ടും ഫോണിലൂടെയും ഒക്കെ നമ്മളെ അപ്രോച്ച് ചെയ്തു. അവർക്കെല്ലാം പൂർണ്ണമായും ധൈര്യമുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഇതൊരിക്കലും പറ്റിക്കപ്പെടില്ല. കാരണം ഇവിടെ 2026 ഓഗസ്റ്റ് 1-ാം തീയതി ഈ കമ്പനി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അന്ന് മുതൽ ഇന്ന് വരെ ഒരാളുടെ ₹1 കൂടുതലായിട്ട് വാങ്ങിക്കുകയോ അവരെ കബളിപ്പിക്കുകയോ അവരിൽ നിന്ന് എന്താ പറയുക മുതലെടുക്കുകയോ ചെയ്തിട്ടില്ലെന്നുള്ളതാണ് നഗ്ന സത്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.